ഹായ് ഓൾ വെൽക്കം ബാക്ക്. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ലോജിക് ഗേറ്റ്സ്. ഈ ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഈ ലോജിക് ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡിജിറ്റൽ സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ ഇലക്ട്രോണിക് സർക്യൂട്ടുകളൊക്കെ നമ്മൾ ലോജിക് ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ഗേറ്റുകളുണ്ട്, ലോജിക് ഗേറ്റ്സുകളുണ്ട്. സോ അതിൽ മെയിൻ ആയിട്ടുള്ള ബേസിക് ലോജിക് ഗേറ്റുകളാണ് ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്. സോ ഇത് മൂന്നുമാണ് ബേസിക് ഗേറ്റുകൾ, ആൻഡ്, ഓർ, നോട്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം, ഓരോന്ന് നോക്കാം, അതിന്റെ സിമ്പിൾ നോക്കാം, അതിന്റെ ട്രൂത്ത് ടേബിൾ നോക്കാം, ലോജിക്കൽ ഇക്വേഷൻസ് നോക്കാം. സോ ഫസ്റ്റ് ഇവിടെ തന്നിരിക്കുന്നത് നോട്ട് ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റിനെ തന്നെയാണ് നമ്മൾ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സിമ്പിൾ ഇതാണ്. എ എന്ന് പറയുന്ന ഇൻപുട്ട് ആണ്, Z എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്. സോ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വരുന്നു. ഇനി ഇത് എങ്ങനെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇത് എന്ത് ഔട്ട്പുട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഈ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പം ഇൻവെർട്ടർ അല്ലെങ്കിൽ നോട്ട് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണ് ഈ താഴെ തന്നിരിക്കുന്നത്. അതായത് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് 0 കൊടുത്താൽ ഔട്ട്പുട്ട് 1 വരും, ഞാൻ ഇൻപുട്ട് 1 കൊടുത്താൽ ഔട്ട്പുട്ട് 0 വരും. അതായത് 0 കൊടുത്താൽ 1 വരും, 1 കൊടുത്താൽ 0 വരും. അതായത് ഇൻവേർട്ട് ചെയ്ത് വരും. അതുകൊണ്ടാണ് ഇതിനെ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോട്ട് ഗേറ്റ് എന്ന് പറയുന്ന ഒരു ഇൻവെർട്ടർ ആണ്. ഓക്കെ, അപ്പം 0 കൊടുത്താൽ ഔട്ട്പുട്ട് 1 വരും, 1 കൊടുത്താൽ ഔട്ട്പുട്ട് 0 വരും. ഓക്കെ, ഇനി ഇതിന്റെ ലോജിക്കൽ ഇക്വേഷൻ നോക്കുക. എന്താണ്? എ ബാർ ആണ് വരുന്നത്, അല്ല, Z ഇസ് ഈക്വൽ ടു എ ബാർ വരും, അല്ലെങ്കിൽ എ ഡാഷ് അല്ലെങ്കിൽ എ ബാർ. ഓക്കെ, രണ്ട് സെയിം ആണ്. അപ്പം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിനെ ബാർ ചെയ്തത് അല്ലെങ്കിൽ ഇൻപുട്ടിനെ ഡാഷ് ചെയ്തതായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വരിക. അതായത് ഇൻവേർട്ട് ചെയ്ത് വരും. 0 കൊടുത്താൽ 1 വരും, 1 കൊടുത്താൽ 0 വരും. ഓക്കെ, ഇനി രണ്ടാമതെയാണ് നമ്മൾ ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് നോക്കുക, ഇതാണ് അതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ. സിമ്പിൾ ഇതാണ്. അതായത് നമ്മൾ എന്താണ്, ചെറിയ LED ബൾബ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? സോ അതുപോലെ ഇരിക്കും ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം രണ്ട് ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, എയും ബിയും ഇൻപുട്ട് കൊടുക്കുന്നു, Z എന്ന് പറയുന്നതാണ് അതിന്റെ ഔട്ട്പുട്ട്. ഇനി എന്ത് ഔട്ട്പുട്ടാണ് ഈ ആൻഡ് ഗേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ മനസ്സിലാകുന്നത്. അപ്പൊ നമ്മളിവിടെ കൊടുത്തേക്കുന്ന ഇൻപുട്ട് നോക്കുക, 0 0, ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. 0 1 0, ദെൻ 1 0 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 വരും, 1 1 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 വരും. അപ്പൊ ഇവിടുത്തെ ഈ ആൻഡ് ഗേറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് മസ്റ്റ് ആയിട്ടും 0 ആയിരിക്കും. എല്ലാ ഇൻപുട്ടുകളും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 വരുള്ളൂ. അതാണ് ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത. അതായത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. എല്ലാ ഇൻപുട്ടുകളും, ഇനി നമുക്ക് ഔട്ട്പുട്ട് 1 വരണമെങ്കിൽ എന്ത് വേണം? എല്ലാ ഇൻപുട്ടുകളും 1 ആയിരിക്കണം, എങ്കിൽ മാത്രമേ ആൻഡ് ഗേറ്റ് ഔട്ട്പുട്ട് 1നെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി അതിന്റെ ലോജിക്കൽ ഇക്വേഷൻ നോക്കുക. ലോജിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? Z ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി, അതായത് എ ബി ഇങ്ങനെ എഴുതാം. ഓക്കെ, എ ബി, അതായത് എ ഇൻറ്റു ബി അല്ലെങ്കിൽ എ ബി എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് എന്ന് പറയുന്നത് അതിന്റെ സിമ്പിൾ ആണ് ഈ തന്നിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഓർ ഗേറ്റ് വരയ്ക്കുന്നത്. ദെൻ അതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എയും ബിയും ആണ് ഇൻപുട്ട്, Z ആണ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ Z എന്ന് പറയുന്ന ഔട്ട്പുട്ട്, എന്ത് ഔട്ട്പുട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. സോ ഇവിടെ നമ്മൾ 0 0 കൊടുത്താൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന 0 ആണ്. ഇൻപുട്ട് 0 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 വരും, ഇൻപുട്ട് 1 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 വരും, ദെൻ ഇൻപുട്ട് 1 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 വരും. അതായത് ഈ ഒരു ഓർ ഗേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് മതി, ഏതെങ്കിലും ഒരു ഇൻപുട്ട്, കുറെ ഇൻപുട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഓക്കെ, അതാണ് ഓർ ഗേറ്റിന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. അങ്ങനെയാണ് നമുക്ക് ഓർ ഗേറ്റ് വരിക. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഓർ ഗേറ്റ് യൂസ് ചെയ്താൽ ഔട്ട്പുട്ട് 1 വരും. ഇനി ആൻഡ് ഗേറ്റിന്റെ കേസിലാണെങ്കിൽ എന്താണ്? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും വരുന്നത്. അപ്പോൾ ആൻഡ് ഗേറ്റിന്റെ കേസിൽ എല്ലാം നമുക്ക് 1 കിട്ടണമെങ്കിൽ, ഔട്ട്പുട്ട് നമുക്ക് 1 കിട്ടണമെങ്കിൽ നമ്മുടെ ഇൻപുട്ടുകളെല്ലാം എന്തായിരിക്കണം? 1 ആയിരിക്കണം ആൻഡ് ഗേറ്റിന്റെ കേസിൽ. പക്ഷെ ഓർ ഗേറ്റിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്താണ്? ഔട്ട്പുട്ട് 0 കിട്ടണമെങ്കിൽ എല്ലാ ഇൻപുട്ടും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ എല്ലാ ഇൻപുട്ടും 0 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 0 കിട്ടുള്ളൂ. എവിടെ? ഓർ ഗേറ്റിന്റെ കേസിൽ. ഇനി ഓർ ഗേറ്റിന്റെ ലോജിക്കൽ ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്, Z ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. സോ ഇങ്ങനെയാണ് നമ്മൾ ഓർ ഗേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, എ പ്ലസ് ബി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അതാണ് ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്, Z ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഓക്കെ, അപ്പൊ ഇതാണ് എലമെന്ററി ലോജിക് ഗേറ്റ്സ് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് വരുന്ന ലോജിക് ഗേറ്റുകൾ.
ഏതൊക്കെയായിരുന്നു? ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ് ആൻഡ് നോട്ട് ഗേറ്റ്. ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നാൻഡ് ഗേറ്റ് ആണ്. ഇനി നാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗേറ്റ് ഉണ്ട്. നാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ആൻഡ് ആണ്. അതായത് ആൻഡ് ഗേറ്റിനെ നോട്ട് ചെയ്ത് കിട്ടുന്നതാണ് എന്ത്? നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ബബിൾഡ് ഓർ ഗേറ്റിന് ഈക്വലന്റ് ആണ്. ബബിൾഡ് ഓർ ഗേറ്റിന് ഈക്വലന്റ് ആണ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഈ താഴെ നാൻഡ് ഗേറ്റിന്റെ സിമ്പിൾ തന്നിട്ടുണ്ട്. സോ ഇതാണ് നാൻഡ് ഗേറ്റ്. അതായത് നമ്മൾ നോക്കുക, ഇവിടെ ഇത് ആൻഡ് ഗേറ്റിനെ നോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ആൻഡ് ഗേറ്റ് വരച്ചിട്ട് അതിന്റെ അവിടെ ഒരു ബബിൾ പോലെ ഇട്ടേക്കുന്നുണ്ടോ, ഒരു സർക്കിൾ പോലെ ഇട്ടേക്കുന്നത്, അത് നോട്ട് ചെയ്തേക്കുന്നതാണ്. സോ ആൻഡ് ഗേറ്റിനെ നോട്ട് ചെയ്തേക്കുന്നതാണ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അതായത് നാൻഡ് എന്ന് പറഞ്ഞാൽ നോട്ട് ആൻഡ് എന്നാണ്. ഓക്കെ. അപ്പൊ ഇവിടെ എ ബി ബാർ എന്ന് വന്നു, കണ്ടോ? അപ്പം ആൻഡ് ആയിരുന്നെങ്കിൽ എ ബി എന്ന് വന്നേനെ. ഇതിപ്പോ നാൻഡ് ആയതുകൊണ്ട് എ ബി ബാർ. അപ്പം ആൻഡ് ഗേറ്റിനെ നമ്മൾ നോട്ട് ചെയ്തേക്കുന്നു. ഇത് ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ സ്റ്റൈലിൽ ഇങ്ങനെയും വരയ്ക്കാം. ഇവിടെ നോട്ടായിട്ട് നമ്മൾ എന്താ ജസ്റ്റ് ഒരു ബബിൾ ആണ് കൊടുത്തത്. രണ്ടാമത്തെ കേസിൽ നോട്ട് ഗേറ്റ് ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. എങ്ങനെ വേണേലും കൊടുക്കാം, രണ്ടും സെയിം ആണ്. ഇനി നമുക്ക് നാൻഡിനെ നമുക്ക് ഇൻവെർട്ടർ ആക്കാം. നാൻഡിനെ നമുക്ക് ഇൻവെർട്ടർ ആയിട്ട് മാറ്റണമെങ്കിൽ ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, അതിന്റെ ഔട്ട്പുട്ട്. ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഇൻപുട്ടേ നമ്മൾ കൊടുക്കുകയുള്ളൂ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഔട്ട്പുട്ട് വരിക. 0 കൊടുത്ത 1 വരും, 1 കൊടുത്ത 0 വരും. അപ്പോൾ നാൻഡ് യൂസ് ചെയ്തിട്ട് ഒരു ഇൻവെർട്ടറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് നോർ ഗേറ്റ്. നോർ ഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓറിനെ നമ്മൾ നോട്ട് ചെയ്യുന്നതാണ്. അതാണ് നോർ എന്ന് പറയുന്നത്. ഓക്കെ. ഓർ ഗേറ്റിനെ നോട്ട് ചെയ്താൽ കിട്ടുന്നതാണ് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. ഇനി നോർ ഗേറ്റ് എന്ന് പറയുന്നത് ബബിൾഡ് ആൻഡ് ഗേറ്റിന് ഈക്വലന്റ് ആണ്. ബബിൾഡ് ആൻഡ് ഗേറ്റിന് ഈക്വലന്റ് ആണ് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ സിമ്പിൾ നോക്കിയാൽ നമുക്കറിയാം ഇതാണ് നോർ ഗേറ്റ്. അപ്പൊ ഇവിടെ ഞാൻ ഓർ വരച്ചിട്ടുണ്ട്. ഓറിനെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നോട്ട് ചെയ്തു. കണ്ടോ? നോട്ട് ചെയ്യാൻ മീൻസ് ആ ഒരു ചെറിയ സർക്കിൾ അതിന്റെ അവിടെ വരച്ചാൽ മതി. ഓക്കെ. ചെറിയൊരു ബബിൾ വരച്ചാൽ മതി. സോ അതാണ് ഞാൻ നോട്ട് ചെയ്തത്. അപ്പൊ ഓറിനെ നോട്ട് ചെയ്തു. അപ്പൊ എ പ്ലസ് ബി ദ ഹോൾ ബാർ എന്ന് വന്നു. എ പ്ലസ് ബി ദ ഹോൾ ബാർ. ഓക്കെ. ഇതിനെ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൈലിൽ വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ. ദെൻ ഇനി നമുക്ക് നോറിനെ നമുക്ക് ഇൻവെർട്ടർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വരച്ചാൽ മതി. അപ്പം നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഇൻവെർട്ടറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ വരച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ആണ് എക്സോർ ഗേറ്റ്. എക്സോർ ഗേറ്റ് എന്ന് പറയുന്നത്, ഈ എക്സോർ ഗേറ്റിനെ നമുക്ക് ആന്റി കോയിൻസിഡൻസ് ഗേറ്റ് അല്ലെങ്കിൽ ഇനിക്വാളിറ്റി ഡിറ്റക്ടർ എന്ന് പറയാം. ഓക്കെ. അപ്പൊ എക്സോർ ഗേറ്റിനെ നമുക്ക് ഇനിക്വാളിറ്റി ഡിറ്റക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ ആന്റി കോയിൻസിഡൻസ് ഗേറ്റ് എന്നും പറയാം. അപ്പൊ ഇതൊക്കെ സെയിം ആണ്. ചിലപ്പോൾ എക്സോർ ഗേറ്റ് എന്ന് ഡയറക്റ്റ് ചോദിക്കാതെ ഇനിക്വാലിറ്റി ഡിറ്റക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് എക്സോർ ഗേറ്റ് തന്നെയാണ്. ഓക്കെ. എക്സോർ ഗേറ്റ് എന്ന് പറയുന്ന ഒരു ഓഡ് ഫംഗ്ഷൻ ഗേറ്റ് ആണ്. ദെൻ അതിന്റെ ഫാൻ ഇൻ എന്ന് പറയുന്നത് 2 ആണ്. ഫാൻ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇൻപുട്ടിനെ നമുക്ക് കൊടുക്കാൻ പറ്റും എക്സോറിലേക്ക്. ഓക്കെ. അപ്പം എക്സോറിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ടുകളുടെ എണ്ണം 2 ആണ്. മാക്സിമം 2 ഇൻപുട്ടുകളെ മാത്രമേ നമുക്ക് എക്സോറിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ ഫാൻ ഇൻ എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത്. അപ്പൊ ഫാൻ ഇൻ എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര ഇൻപുട്ടുകളെ നമുക്ക് ഗേറ്റിലേക്ക് കൊടുക്കാം. ഓക്കെ. അതിനെയാണ് നമ്മൾ ഫാൻ ഇൻ എന്ന് പറയുന്നത്. ഫാൻ ഇൻ, ഫാൻ ഔട്ട് എന്നൊക്കെ ഉണ്ട്. അപ്പം ഫാൻ ഇൻ എന്ന് പറഞ്ഞ ഇതാണ്. അപ്പൊ എക്സോറിന്റെ ഫാൻ ഇൻ എന്ന് പറഞ്ഞാൽ 2 ആണ്. എന്ന് പറഞ്ഞാൽ 2 ഇൻപുട്ട് മാത്രമേ നമുക്ക് അറ്റ് എ ടൈമിൽ എക്സോറിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി എക്സോറിന്റെ ഇക്വേഷൻ ഇങ്ങനെ വരും. എ എക്സോർ ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ എക്സോർ ബി ഈസ് ഈക്വൽ ടു എ ബാർ ബി പ്ലസ് എ ബി ബാർ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. എ എക്സോർ ബി ഈസ് ഈക്വൽ ടു എ ബാർ ബി പ്ലസ് എ ബി ബാർ ആയിരിക്കും. ഓക്കെ. അപ്പം എ എക്സോർ ബി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇതിനെ റീപ്ലേസ് ചെയ്യാം. എ ബാർ ബി പ്ലസ് എ ബി ബാർ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി എക്സോറിന്റെ ലോജിക് സിമ്പിൾ ആണ് ഈ തന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എക്സോർ വരയ്ക്കുന്നത്. അതായത് സാറിന് ഓർ ഗേറ്റ് വരച്ചിട്ട് അതിന്റെ നേരെ പുറകിൽ ഇതുപോലെ തന്നെ ഒരു ഇങ്ങനെ ഒന്ന് വളച്ച് വരച്ചാൽ മതി. ഓക്കെ. ഇത് ഇതുപോലെ വരച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഇതാണ് എക്സോർ എന്ന് പറയുന്നത്. അപ്പൊ എ എക്സോർ ബി ഇങ്ങനെ, എക്സോർ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. ഒരു സർക്കിൾ വരച്ചിട്ട് അതിനകത്ത് പ്ലസ് ഇട്ടാൽ മതി. അതാണ് ഈ എക്സോർ എന്ന് എഴുതുന്നതിന്റെ സിമ്പിൾ. സർക്കിൾ വരയ്ക്കുക, പ്ലസ് ഇടുക. അപ്പൊ എ എക്സോർ ബി എന്ന് വായിക്കണം. ഇനി നമ്മൾ ഈ എക്സോർ ഗേറ്റിനെ നമുക്ക് ഇൻവെർട്ടർ ആയിട്ട് യൂസ് ചെയ്യണം. എക്സോറിനെ ഇൻവെർട്ടർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 1 ആക്കി വെച്ചാൽ മതി. ഒരു ഇൻപുട്ടിനെ, എക്സോർ ഗേറ്റിന്റെ ഒരു ഇൻപുട്ടിനെ നമ്മൾ 1 ആക്കി വെക്കുക. മറ്റേടെ നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അതിനെ ഇൻപുട്ടിനെ എന്ത് ചെയ്യും? ഇത് ഇൻപുട്ട് ബാർ ചെയ്ത് വരും. ഓക്കെ. ഏത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് അതിനെ ബാർ ചെയ്തിട്ടായിരിക്കും ഔട്ട്പുട്ട് വരിക. സോ അതാണ് ഇൻവെർട്ടർ. എക്സോറിനെ നമ്മൾ ഇൻവെർട്ടർ ആയിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എക്സോറിനെ ഇൻവെർട്ടർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഇൻപുട്ട് നമ്മൾ 1 ആക്കി വെച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ആണ് എക്സ്നോർ എന്ന് പറയുന്നത്. എക്സ്നോർ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എക്സോർ ആൻഡ് നോട്ട് ഗേറ്റ്. എക്സോർ ഗേറ്റിന്റെ നോട്ട് ഗേറ്റിന്റെയും കോമ്പിനേഷൻ ആണ് എക്സ്നോർ എന്ന് പറയുന്നത്. അപ്പൊ എക്സോർ വരച്ചിട്ട് അതിനെ നോട്ട് ചെയ്താൽ അത് എക്സ്നോർ ആവും. ഇനി ഇതിനെ നമ്മൾ കോയിൻസിഡൻസ് ഗേറ്റ് എന്ന് പറയും. ഇത് ഇക്വാലിറ്റി ഡിറ്റക്ടർ ആണ്.
ഓക്കെ, എക്സ് നോർ എന്ന് പറയുന്ന ഇക്വാലിറ്റി ഡിറ്റക്ടർ ആണ്, എക്സ് ഓർ എന്ന് പറയുന്നത് ഇനിക്വാലിറ്റി ഡിറ്റക്ടർ ആണ്. ഓക്കെ, സോ ഇത് ഇക്വാലിറ്റി ഡിറ്റക്ടർ നമ്മൾ ഇതിനെ പറയും. ദെൻ ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് 1 ഓൺലി വെൻ ഇറ്റ്സ് ഇൻപുട്ട്സ് ആർ ഈക്വൽ. ഓക്കെ, അപ്പൊ അതിന്റെ ഇൻപുട്ടുകൾ എല്ലാം ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 ചെയ്യുള്ളൂ. ഇനി നമ്മൾ ഈ എക്സ്നോർ ഗേറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ എക്സ്നോർ ബി, അതായത് ഒരു സർക്കിൾ ഇട്ടിട്ട് അതിനകത്തൊരു ഡോട്ട് ഇട്ടാൽ മതി. അതാണ് ഈ എക്സ്നോറിന്റെ റെപ്രസെന്റേഷൻ. സർക്കിൾ വരയ്ക്കുക, ഒരു ഡോട്ട് ഇടുക. ഓക്കെ, അപ്പൊ എ എക്സ്നോർ ബി എന്ന് പറയുന്നത് എ ബി പ്ലസ് എ ബാർ ബി ബാർ ആണ്. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. എ എക്സ്നോർ ബിയെ നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം, എ ബി പ്ലസ് എ ബാർ ബി ബാർ എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു നോക്കുക. എ എക്സ്നോർ ബി ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് എ ബാർ ബി ബാർ ആയിരിക്കും. ഇനി നമ്മൾ അതിന്റെ ലോജിക് സിമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെ വരും, എ ബി, സോ എക്സ്നോർ. ഇത് എക്സോർ വരച്ചിട്ട് ലാസ്റ്റ് നോട്ട് ചെയ്താൽ മതി, അതാണ് എക്സ്നോർ എന്ന് പറയുന്നത്. ദെൻ ഈ എക്സ്നോറിനെ നമ്മൾ ഇൻവെർട്ടർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ എക്സ്നോറിനെ നമ്മൾ ഇൻവെർട്ടർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇൻപുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, 0 ആക്കി വെക്കുക. സോ ഇവിടെ നോക്കി അറിയാൻ പറ്റും, ഇവിടെ ഒരു ഇൻപുട്ട് ഞാൻ 0 ആക്കി കൊടുത്തിട്ടുണ്ട്. മറ്റേ ആ ഒരു പൊസിഷനെ കൂടാണ് ഞാൻ ഇൻപുട്ടിനെ പാസ് ചെയ്യിപ്പിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന ഇൻപുട്ടിനെ എന്ത് ചെയ്യും, അതിനെ ഇൻവേർട്ട് ചെയ്ത് കിട്ടും. 0 കൊടുത്താൽ 1 വരും, 1 കൊടുത്താൽ 0 വരും. ഓക്കെ, അപ്പൊ ഇതാണ് എക്സ്നോർ ഗേറ്റ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ലോജിക് ഗേറ്റുകൾ വരുന്നത്. സോ ബേസിക് ആയിട്ട് വരുന്ന ലോജിക് ബേസിക് ഗേറ്റുകളാണ് ആൻഡ്, ഓർ, നോട്ട് എന്ന് പറയുന്നത്. അത് കൂടാതെ വരുന്ന ഗേറ്റുകളാണ് എന്ത്, നാൻഡ്, നോർ, എക്സോർ, എക്സ്നോർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിയാൽ ഫങ്ഷണലി കംപ്ലീറ്റ് സെറ്റ്. ഈ ഫങ്ഷണലി കംപ്ലീറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നാൻഡും നോറും ഓപ്പറേഷനും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി എല്ലാ ഗേറ്റുകളെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഈ നാൻഡും നോറും എന്ന് പറയുന്നത് ഫങ്ഷണലി കംപ്ലീറ്റ് സെറ്റ് ആണെന്ന് പറയാൻ പറ്റും. അതായത് എ സെറ്റ് ഓഫ് ഓപ്പറേഷൻ ഈസ് കോൾഡ് എ ഫങ്ഷണലി കംപ്ലീറ്റ് സെറ്റ് if and only if any boolean function can be expressed by operations belonging to the set only. ഓക്കെ, അതായത് നമുക്ക് ഒരു ബൂളിയൻ ഫംഗ്ഷനെ അല്ലെങ്കിൽ ഒരു ബൂളിയൻ ഒരു ഓപ്പറേഷനെ നമ്മൾ ഫങ്ഷണലി കംപ്ലീറ്റ് സെറ്റ് എന്ന് നമുക്ക് പറയണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി എല്ലാ ബേസിക് ഗേറ്റിനെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പോൾ ഒരു നോക്കി കഴിഞ്ഞാൽ നമുക്ക് നാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ബേസിക് ഗേറ്റിനെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നാൻഡ് മാത്രം യൂസ് ചെയ്തിട്ട്, നാൻഡ് ഗേറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ആൻഡ്, ഓർ, നോട്ടിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നോർ ഗേറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ആൻഡ്, ഓർ, നോട്ട്, ഇത് 3 നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് നാൻഡ് ഗേറ്റിനെയും നോർ ഗേറ്റിനെയും ഫങ്ഷണലി കംപ്ലീറ്റ് സെറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഫങ്ഷണലി കംപ്ലീറ്റ് സെറ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ നാൻഡിനെ, നോറിനെ നമുക്ക് യൂണിവേഴ്സൽ ഓപ്പറേഷൻ എന്ന് പറയാം, അല്ലെ യൂണിവേഴ്സൽ ഗേറ്റുകൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നാൻഡും നോറും എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗേറ്റുകളാണ്. ഓക്കെ, it is therefore possible to implement any switching function using only one type of gate, either NAND or NOR. Okay, അതായത് ഇവിടെ പറയുന്നത് എന്താണ്, നമുക്ക് ഏത് സ്വിച്ചിങ് ഫംഗ്ഷനെ നമുക്ക് നാൻഡ് ഗേറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ നോർ ഗേറ്റ് വെച്ചിട്ട് മാത്രം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ നാൻഡിനെ, നോറിനെ ഒക്കെ നമ്മൾ എന്താ പറയുന്നത്, യൂണിവേഴ്സൽ സെറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഓപ്പറേഷൻ, യൂണിവേഴ്സൽ ഗേറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നാൻഡ് ഓപ്പറേഷനും നോർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഓപ്പറേഷൻസ് ആണ്. അപ്പൊ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും എന്താണ്, യൂണിവേഴ്സൽ ഗേറ്റുകളാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്, ഈ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി എല്ലാ ഗേറ്റുകളെ റെപ്രസെന്റ് ചെയ്യാം, അതായത് ബേസിക് ഗേറ്റുകളെ റെപ്രസെന്റ് ചെയ്യാം. നാൻഡ് മാത്രം യൂസ് ചെയ്തിട്ട് ആൻഡിനെ, ഓറിനെ, നോട്ടിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നോർ ഗേറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൻഡ് ഗേറ്റിനെ ക്രിയേറ്റ് ചെയ്യാം, ഓർ ഗേറ്റിനെ ക്രിയേറ്റ് ചെയ്യാം, നോട്ട് ഗേറ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ നാൻഡിനെയും നോറിനെയും നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഓപ്പറേഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ഫങ്ഷണലി കംപ്ലീറ്റ് സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് നാൻഡും നോറും ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അത് രണ്ടും ഫങ്ഷണലി കംപ്ലീറ്റ് ആണ്. ഓക്കെ, അപ്പം നാൻഡ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി എല്ലാ ഗേറ്റിനെയും റെപ്രസെന്റ് ചെയ്യാം. നോറ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഗേറ്റിനെ റെപ്രസെന്റ് ചെയ്യാം. അതുകൊണ്ടാണ് അതിനെ ഫങ്ഷണലി കംപ്ലീറ്റ് സെറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു.